ലക്ഷറീസ് ഡിവൈസിന്റെ അൺബോക്സിംഗ് ആണെന്ന് പറയാം. കാരണം നമ്മൾക്ക് ഒരു ബഡ്ജറ്റിലും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു ഡിവൈസ് ആണെന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ അൺബോക്സിങ്. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഡിവൈസായ, അതായത് ഫോൾഡബിൾ ഡിവൈസിൽ ഏറ്റവും പുതുതായി സാംസങ് ഇറക്കിയുള്ള സാംസങ് Z Fold 2ന്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ലുക്ക് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേസമയം നിങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓപ്പൺ ചെയ്യേണ്ട ബോക്സ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇതാണ് സാംസങ്ങിന്റെ Z Fold 2യുടെ ബോക്സ് വരുന്നത്. നല്ലൊരു ലക്ഷറി ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് ബോക്സും വരുന്നത്. നല്ലൊരു പ്രീമിയം ഫിനിഷിംഗ് നമുക്ക് ബോക്സിലായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഏതായാലും ബോക്സിന്റെ വിശേഷങ്ങളോടൊപ്പം തന്നെ നമുക്ക് ഫോൺ ഇതിൽ നിന്നും അൺബോക്സ് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇതാ Z Fold 2 5Gയുടെ ബോക്സ് ഇരിക്കുന്നുണ്ട്. ബോക്സിൽ നമുക്ക് കാണാം Z എന്നുള്ളൊരു എംബ്ലം കാണാം. ഇതിന് സെൻട്രൽ ഭാഗം നമുക്ക് ഓപ്പണിംഗ് ആണ്. ഇതിനുള്ളിലായിട്ട് നമ്മുടെ ഉള്ളിലെ ബോക്സിന്റെ ഒരു പിക്ചർ കാണാം. പിൻവശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ഇല്ല. മുകളിലോ സൈഡിലായിട്ട് ഇതിന്റെ GB വേരിയന്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കളർ വേരിയന്റ് മിസ്റ്റിക് ബ്ലാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുപോലെ ഫുള്ള് ചെയ്തിട്ടാണ് നമ്മളെ ബോക്സ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ബോക്സിലായിട്ടാണ് വരുന്നത്. പുറത്തത് ഈ ഒരു ചെറിയ ബോക്സ് പോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് മാറ്റി വെച്ച് നമുക്ക് ഉള്ളിലെ ബോക്സ് നോക്കാം. ഇതൊരു ബട്ടർഫ്ലൈ ഡിസൈൻ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുറക്കുന്നതും ആ ഒരു രീതിയിലാണ്. രണ്ട് വശത്തേക്കും ഇതുപോലെ ഒരു ഓപ്പണിംഗ് ആണ് ഇതിലായിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ഡിസൈനോട് കൂടി തന്നെയാണ് ബോക്സിങ് തന്നെ വന്നിട്ടുള്ളത്. ബോക്സിന്റെ മുകളിലായിട്ട് നമുക്ക് ചെറിയൊരു പേപ്പർ വർക്ക് കാണാം. ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ഫ്യൂച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ഫോൾഡ് ഡിസൈനെ തന്നെയാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇൻട്രൊഡ്യൂസിങ് Z Fold 2 5G എന്ന് കൊടുത്തിട്ടുള്ള ഒരു ബ്രോഷർ കാണാം. അത് മാറ്റി വെക്കാം. ശേഷം ഇവിടെ ചെറിയൊരു ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിനുള്ളിൽ ആസ് യൂഷ്വൽ നമ്മളെ സാധാരണ ഫോൺ ബോക്സിൽ കാണുന്ന പോലെ യൂസർ മാനുവൽ, സിംജറ്റർ ടൂൾസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ശേഷമാണ് നമ്മുടെ ഫോൺ വരുന്നത്. ഫോണ് ടാബ് എന്നൊക്കെ പറയാം. ഗാലക്സി Z Fold 2 ആണ് ഇത് വരുന്നത്. നല്ലൊരു കവറിങ്ങിനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് മുകളിലായിട്ട് കാണാം. ടച്ചിങ്ങും അതുപോലെ തന്നെ കീ വെച്ച് അടക്കരുത്, അതുപോലെ ഇത് വാട്ടർ റെസിസ്റ്റന്റ് ഒന്നും അല്ലാന്നും, അതുപോലെ തന്നെ ഇതിനോട് കൂടെ നമുക്ക് ഒരു സ്ക്രീൻ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. മാഗ്നറ്റ് സർഫേസ് ആയതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊന്നും ഇതിനടുത്തേക്ക് വെക്കരുത് എന്നൊക്കെ ഇതിലൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ് മിസ്റ്റിക് ബ്ലാക്ക് വരുന്നത്. ഇത് മാറ്റിച്ച് ബോക്സിൽ മറ്റെന്തൊക്കെയാണ് നോക്കാം. ബോക്സിൽ ഒരു ചാർജർ കൊടുക്കുന്നുണ്ട്. ഒരു 25 വാട്ടിന്റെ ചാർജറാണ് കൊടുക്കുന്നത്. ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് C പോർട്ടോട് കൂടി വരുന്ന ഒരു ചാർജറാണ് ഇതിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ചാർജർ മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലുള്ള ചാർജിങ്ങിന്റെ കണക്ഷനാണ് വരുന്നത്. ടൈപ്പ് C ടു ടൈപ്പ് C ചാർജിങ് കണക്ടറാണ് ഇതിലായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ AKGയുടെ തന്നെ ഒരു ഹെഡ്ഫോണും ഇതിലായിട്ട് കൊടുക്കുന്നുണ്ട്. AKG ഹെഡ്ഫോൺസ് എല്ലാവർക്കും അറിയാം, നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള അടിപൊളി ടൈപ്പ് C ഹെഡ്ഫോണാണ് ഇതിലായിട്ട് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വെർഷനിലേക്ക് നമുക്ക് ലഭിച്ചിരുന്നത് ഗാലക്സി ബഡ്സ് ആയിരുന്നു. ഇത്തവണ അത് ഒഴിവാക്കിയിട്ട് ഒരു വയർഡ് ഹെഡ്ഫോൺ തന്നെയാണ് ഇതിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്രയും തന്നെയാണ് നമ്മുടെ ഫോണിന്റെ ബോക്സിലായിട്ട് വരുന്നത്. ഇപ്പോൾ അൺബോക്സ് ചെയ്ത് ഞാൻ ഫോണ് സ്റ്റിക്കറൊക്കെ പില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആക്ടിവേഷനും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫോണിന്റെ രൂപം വരുന്നത്. നമ്മൾ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് ബോക്സിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് അൺഫോൾഡ് ചെയ്യുവാനും ഫോൾഡ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നമുക്കിത് ഫോൾഡ് ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഫോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിനുള്ളിലായിട്ട് യാതൊന്നും കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക, കീയോ കാര്യങ്ങളൊക്കെ. കാരണം അത്രത്തോളം തിന്നായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിലായിട്ട് സാംസങ് നൽകിയിട്ടുള്ളത്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിന് മുന്നും സാംസങ് ഇറക്കിയതാണ് Z Foldലായിട്ട്. അന്നത്തെ ഡിസ്പ്ലേ ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ചില യൂട്യൂബേഴ്സ് സ്റ്റിക്കർ പില്ല് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ കംപ്ലൈന്റ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തവണയും സാംസങ് നല്ലൊരു സ്റ്റിക്കർ വർക്ക് ഇതിന്റെ ഡിസ്പ്ലേയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് പില്ല് ചെയ്ത് മാറ്റണമെങ്കിൽ മാറ്റാം. പക്ഷെ വീണ്ടും ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഒരു ഫ്ലാറ്റി ഡിസൈന് ഡിസ്പ്ലേയിൽ, അതായത് ഫോൾഡൊക്കെ ഉള്ള ഡിസ്പ്ലേയിൽ നമുക്ക് മറ്റൊരു സ്റ്റിക്കർ ഒട്ടിക്കുന്നൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പിന്നെ സ്ക്രാച്ച് റെസിസ്റ്റന്റും അല്ല, ഇതൊരു ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനോട് കൂടിയുള്ള ഡിസ്പ്ലേ ഒന്നും അല്ല. അതുകൊണ്ടാണ് അവർ നല്ലൊരു സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഇതിലായിട്ട് ഇൻക്ലൂഡ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ക്യാമറയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു ചെറിയൊരു സ്ക്രീൻ കാർഡിന്റെ ആ ഒരു പോർഷൻ കാണാം. അപ്പോൾ നമുക്ക് മാക്സിമം യൂസ് ചെയ്ത് സ്ക്രാച്ച് ഒക്കെ വന്നതിന് ശേഷം റിമൂവ് ചെയ്യുക. ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഏതായാലും ഇതിന്റെ ഡിസൈനൊക്കെ ഒന്ന് നോക്കാം. നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ കഴിഞ്ഞ തവണ വന്നിരുന്ന Z Foldലായിട്ട് ഫ്രണ്ട് ഡിസ്പ്ലേ എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു ഫുൾ ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് Z Fold 2ലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു പഞ്ച് ഹോൾ ക്യാമറയുമായി വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇതൊരു 6.23 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ലൊരു വൈഡ് ആംഗിൾ ഡിസ്പ്ലേ ആണ് ഇതിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പിക്സൽ റേഷ്യോ വരുന്നത് 816 × 2260 ആണ്. ഇതൊരു കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ കൂടിയാണ്.
പിന്നെ ഇതിനായി നമുക്ക് ഒരു ഫ്രണ്ട് ക്യാമറയും കൊടുക്കുന്നുണ്ട്. ആ ഒരു 5 ഹോൾ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഒരു 10 മെഗാ പിക്സലിന്റെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഒരു 2.2 അപ്പേച്ചർ വയലുള്ള ക്യാമറ. ഓപ്പൺ ചെയ്ത് ഇതിന്റെ ഉള്ളിലെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഇതും ഒരു 5 ഹോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തത്. ഇതിനും അതുപോലെ തന്നെ ഫോൾഡിംഗ് ക്യാമറയുമായിട്ട് സെയിം ക്യാമറയാണ്. 10 മെഗാ പിക്സൽ 2.2 അപ്പേച്ചർ വയലുള്ള ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7.6 ഇഞ്ച് സൈസാണ് വരുന്നത്. ഒരു കറക്റ്റ് ചതുരം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നീളം കൂടുതലുള്ള ഡിസ്പ്ലേ ആണ്. നമുക്ക് വീതി അത്രത്തോളം ഇല്ല എങ്കിലും ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരു ചതുര ഡിസ്പ്ലേ എന്ന് പറയാം. ഉള്ളിലെ ഡിസ്പ്ലേ ഫോൾഡബിൾ ഡൈനാമിക് അമോ LED 2X ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതൊരു 120 ഹെഡ്സ് വരെ റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ കൂടിയാണ്. അപ്പോൾ നല്ലൊരു ടച്ച് റെസ്പോൺസും അതുപോലെ തന്നെ നല്ലൊരു സ്മൂത്ത്നെസ്സും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. HDR10+ മികവോടി വരുന്ന UTG ഗ്ലാസ് ആണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. അത്രയും തിന്നസ്റ്റ് ആയിട്ടുള്ള വളരെ കട്ടി കുറഞ്ഞ നേർത്ത ഒരു ഗ്ലാസ് ആണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ സൈഡ് പോർഷനൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു മടങ്ങുമ്പോൾ തന്നെ കാണാം വളരെ തിന്നായിട്ടുള്ള A4 പേപ്പറിന്റെ അത്രത്തോളം കട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും തിന്നായിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ ഫോൾഡ് ഫോണിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒന്നെങ്കിൽ ഓപ്പൺ ആക്കി വെക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ക്ലോസ് ആക്കി വെക്കാനാണ് സാധിച്ചിരുന്നത്. ഇത്തവണ അത് 75 ഡിഗ്രി മുതൽ 150 ഡിഗ്രി വരെ നമുക്ക് ഏതൊരു സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ നിർത്തി വെക്കാൻ സാധിക്കും. അതിനുള്ള ഒരു സംവിധാനവും ഇതിന്റെ ഈ ഒരു ഫോൾഡിങ്ങിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഇതിൽ ഒരു കമ്പ്യൂട്ടർ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. കാരണം നമുക്ക് കീപാഡ് താഴെയായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ഒക്കെ കാണുകയാണെങ്കിൽ സ്വൈപ്പിങ്ങിനും മറ്റും നമുക്ക് താഴ്ഭാഗം ഉപയോഗിക്കാം. മുകൾ ഭാഗത്തായിട്ട് നമുക്ക് അതിന്റെ ഒരു പ്രിവ്യൂ കാണാൻ സാധിക്കും. ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ക്യാമറയുടെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ കണ്ടുകൊണ്ട് മുകളിലായിട്ട് ഇതിന്റെ സ്വൈപ്പിങ്ങിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതയും ഇതിലായിട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കോളിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേബിളിൽ വെച്ചുകൊണ്ട് ഇതിൽ വീഡിയോ കോൾ ചെയ്യാനും അതുപോലെ തന്നെ താഴെയായിട്ട് നമുക്കൊരു പ്ലെയിന് ഇതിന്റെ ബാക്കി ഫങ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചും വർക്ക് ചെയ്യാം. കീപാഡിൽ നമുക്ക് 2 തരത്തിൽ കീപാഡ് ഉപയോഗിക്കാൻ സാധിക്കും. എഡ്ജ് ടു എഡ്ജ് കീപാഡ് ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് 2 വിരലുകൾ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൽ കീപാഡ് റൈറ്റ് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഫുൾ ഡിസ്പ്ലേയിലായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്തെ ഡിസ്പ്ലേയിലും അതേ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ സാധാരണ ഒരു ഫോൺ ഉപയോഗിക്കുന്ന പോലെ പുറത്തെ ഡിസ്പ്ലേയിൽ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ കീപാഡിലൊക്കെ റൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയൊരു കീപാഡ് ആയിരിക്കും എന്നുള്ളൊരു പോരായ്മയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഡിസ്പ്ലേ ആയിക്കൊണ്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് സാംസങ് ഇത് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പുറം ഭാഗത്തെയും ഡിസൈനൊക്കെ നോക്കാം. 2 കളർ വേരിയന്റുകളാണ് ഇത് വരുന്നത്. മൈസ്റ്റിക് ബ്രോൺസ്, മൈസ്റ്റിക് ബ്ലാക്ക് എന്നുള്ളത്. നമ്മുടെ കയ്യിലുള്ളൊരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് വരുന്നത്. ബാക്ക് ഭാഗം നല്ലൊരു ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. അതിലായിട്ട് നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കാണാൻ സാധിക്കും. 3ഉം 12 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. ഒരു വൈഡ് ആംഗിൾ ക്യാമറയും ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ ഒരു ടെലിഫോട്ടോ ക്യാമറയുമാണ് വരുന്നത്. ഒരു 2X ഒപ്റ്റിക്കൽ ഉള്ള ഒരു ടെലിഫോട്ടോ ക്യാമറ. ഒക്കെ 12 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ ക്യാമറ ആയിക്കൊണ്ട് 12 മെഗാ പിക്സലിന്റെ f1.8 വൈഡ് ആംഗിളുള്ള ക്യാമറയാണ്. ഇത് നമ്മുടെ സാംസങ് S20 സീരീസിനൊക്കെ സെയിം ക്യാമറയാണ് ഇതിലായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹാർഡ്വെയർ ഫെസിലിറ്റി കൊണ്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഇതിലെടുക്കാൻ സാധിക്കും. ടെലിഫോട്ടോ ക്യാമറ വരുന്ന സാംസങ് S10 അതേപോലെയുള്ള ഒരു ക്യാമറയാണ്. 2.4 അപ്പാച്ചർ വയലുള്ള ഒരു ക്യാമറ. പിന്നെ 2.2 അപ്പാച്ചർ വയലുള്ള അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇതിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസ് സൗണ്ട് എഫക്റ്റ് ലഭിക്കുന്ന സ്പീക്കേഴ്സ് ആണ്. അതായത് മുകളിലും താഴെയുമായിട്ട് 2 സ്പീക്കേഴ്സ് നമുക്ക് ഈ ഒരു ഫോണിലായിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ മൈക്ക് യൂണിറ്റ് നമുക്ക് മുകളിലായിട്ട് കാണാം. ചാർജിങ്ങിനായിട്ട് Type-C സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. 4500 mAh ആണ് ഇതിലെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം നല്ലൊരു ലോങ് ലൈഫുള്ള ബാറ്ററി തന്നെയാണ്. 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം ബോക്സിൽ നമുക്ക് 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ലഭിക്കുന്നുണ്ട്. വയർലെസ് ചാർജിങ് സംവിധാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 വാട്ടും പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സംവിധാനം ഫോണിലുണ്ട്. അത് വരുന്നത് 4.5 വാട്ടുമാണ്. ലോക്കിംഗ് മെത്തേഡ് ആയിക്കൊണ്ട് ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സൈഡിലായിട്ട് ഓൺ ഓഫ് ബട്ടണിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഡിസ്പ്ലേ 120 ഹെഡ്സ് സപ്പോർട്ടീവ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അഡാപ്റ്റീവ് എന്നുള്ള ഒരു ഓപ്ഷൻ സെറ്റിംഗ്സിലായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാം തന്നെ 120 ഹെഡ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനെ ഓട്ടോമാറ്റിക്കായി ഡിറ്റക്ട് ചെയ്തുകൊണ്ട് 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ലഭിക്കുകയും അല്ലാത്ത സമയം നമുക്ക് 60 ഹെഡ്സ് റിഫ്രഷ് റേറ്റുമാണ് ഇത് നൽകുന്നത്. അതുകൊണ്ടുള്ള മെച്ചം എന്ന് പറയുന്നത് 120 ഹെഡ്സ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം ബാറ്ററി ഡ്രെയിൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കുറക്കുന്നതിന് വേണ്ടി ഈ ഒരു അഡാപ്റ്റീവ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിന്റെ സ്റ്റോറേജ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് 12 GB റാം 256 GB ആണ്. അതുപോലെ തന്നെ 512 GB ഇത് അവൈലബിൾ ആണ്. ഫോണിന്റെ കൂടെ നമുക്ക് കേസസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് വാങ്ങിച്ച കവറാണിത്. ഫുൾ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇവിടെ കവർ ഘടിപ്പിക്കാനുള്ളൊരു ഗ്യാപ്പ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യാണ്ട് ഈ ഒരു ബാക്ക് ഭാഗം ഈ ഒരു ക്യാമറ പോർഷൻ മാത്രം കവർ ചെയ്യുന്ന 2 കവേഴ്സാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിലിക്കോൺ കവറും പിന്നെ ഒരു കാർബൺ ഫൈബറിന്റെ കവറുമാണ് എനിക്ക് ഇതിനോടൊപ്പം കിട്ടിയത്.
അതുകൊണ്ട് ഹാഫ് ഷെയർ മാർക്കറ്റായിട്ട് വാങ്ങിച്ചാണ്. ഫുള്ളോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗമൊന്നും കവർ ചെയ്യില്ല. കഴിഞ്ഞ മോഡലായ ഫോൾഡിലായിട്ട് നമുക്ക് ഇവിടെ കവർ ചെയ്യുന്നതും അതുപോലെ തന്നെ ബാക്ക് കവർ ചെയ്യുന്നതുമായിട്ട് കവർ ആയിരുന്നു, 2 പോർഷൻ ആയിട്ടാണ് കവർ ചെയ്യുന്നത്, ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും വയ്ക്കുന്ന രീതിയിൽ. ഇപ്പോഴത്തെ മോഡല് ഫ്രണ്ട് ഡിസ്പ്ലേ വലുതായതുകൊണ്ട്, ഫുൾ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് കവർ ചെയ്യാൻ കഴിയില്ല, എഡ്ജസ് ഒക്കെ വളരെ കമ്മിയാണ്. അപ്പോൾ ബാക്ക് ഭാഗം കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു കവറാണ് എനിക്ക് വാങ്ങിക്കാൻ ലഭിച്ചത്. ക്വാൽകോം സ്നാപ്ഡ്രാഗന്റെ 865ന്റെ 7nm ചിപ്സെറ്റ് ആണ് ഇതിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ്. നമുക്ക് ഗെയിമിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചിപ്സെറ്റ് ആണ് സ്നാപ്ഡ്രാഗന്റെ 865 എന്നുള്ളത്. GPU നോക്കുകയാണെങ്കിൽ അഡ്രിനോ 650യുമാണ്. സിം കാർഡ് സപ്പോർട്ട് ആയിട്ടുള്ളത് ഡുവൽ സിം ആണ്. ഫിസിക്കൽ സിം ആയതുകൊണ്ട് നമുക്ക് നാനോ സിം സപ്പോർട്ടറാണ്. പിന്നെ സാധാരണ നമ്മുടെ ഇ സിം ആയതുകൊണ്ട് നമുക്കൊരു സിമ്മും ഇതിലായിട്ട് സപ്പോർട്ട് ചെയ്യുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി ഫോൾഡ് 2ന്റെ വീഡിയോ. ഏതായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് ഒക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു. താങ്ക് യു.